പുതിയ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞ ഈ ഡിഫൻഡറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ കാറുകളും ബൈക്കുകളൊക്കെ നമ്മൾ ഹെഡ്ലൈറ്റിലൊക്കെ ഒരു മങ്ങൽ വന്നിട്ടുണ്ടാവും, ഒരു ഫോഗ് നിറഞ്ഞ പോലെ. അങ്ങനെ വന്ന് പഴയ ലൈറ്റൊക്കെ കത്തുമ്പോൾ പഴയ വിളക്കുംകാല് 921 വിളക്കുംകാല് പോലെ ഉണ്ടാവും. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് അത് ക്ലിയറാക്കി വൃത്തിയാക്കി നമുക്ക് പുതിയതായിട്ടൊരു മാക്സിമം ഒരു പരിധി വരെ നമുക്ക് പുതിയതായിട്ട് നന്നായിട്ട് ഉപയോഗിക്കാം. ആ കട്ടിയുള്ള അതിൻ്റെ കറന്ന് പോയി കിട്ടും. ഇതിൻ്റെ ഉപയോഗം ഇത് ഡിഫൻഡർ ഷൈനിലേക്ക് മിറർ എന്ന് പറഞ്ഞിട്ട് മിറർ ഹെഡ്ലൈറ്റിൻ്റെ മിറർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത വീഡിയോ ഇതിൻ്റെ ഉപയോഗം ശരിക്കും ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാം. ക്ലീൻ ആക്കാനുള്ള ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഡിഫൻഡറുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഫുള്ളായിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കി തരും. നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ചെറിയ ബോട്ടിലാണ് വെച്ചിട്ട് നമുക്ക് എത്ര ഹെഡ്ലൈറ്റുകൾ വേണമെങ്കിൽ അത് ക്ലീൻ ആക്കാം സിമ്പിളായിട്ട്. ഞാൻ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഹീറ്റ് ആകുന്നതിനനുസരിച്ച് ഇതിന്റെ ക്ലാരിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അതിനാണ് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ വരണമെന്ന് പറഞ്ഞത്. ഇതിന്റെ ഫൈനൽ റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. ഇത് ഇതിന്റെ ആഫ്റ്റർ ബിഫോർ ഞാൻ ഇതില് ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ മങ്ങിയിട്ട് ആകെ ഇറപ്പായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ ഞങ്ങൾക്ക് അത് വിദഗ്ധമായിട്ട് ഇതാ ബ്രാൻഡ് ന്യൂ മോഡലാക്കിയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂട്ടുകാരന്റെ ഗ്യാരേജാണ്, ഗ്യാരേജിലാണുള്ളത്. ഇപ്പൊ ഒരു വണ്ടി ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നമ്മൾ ക്ലീൻ ആക്കി. അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇതേപോലെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് അവർക്ക് പ്രൊമോഷന്റെ ഇതിൽ ഞങ്ങളിത് ക്ലീൻ ആക്കി കൊടുക്കുമ്പോഴാണ്. അപ്പൊ ഡിഫൻഡറാണ് നല്ല താരം. കാണുന്ന വണ്ടികളൊക്കെ ഇതേപോലെ ഗ്യാരേജിൽ വന്നിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ക്ലീൻ ചെയ്യാണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചേട്ടാ. ഇത് ഫ്രീ ആയിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങളെ ഗ്യാരേജിക്ക് പോരാ. നല്ല അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. നല്ല ഹീറ്റ് ആവണതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ റിസൾട്ട് ഇങ്ങനെ കൂടി വരും. അതായത് ഉള്ളില് ലഡിന് ഈയത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവില്ല. കാരണം അത് ഉള്ളിലാണ്. ഇത് പുറത്ത് ഗ്ലാസിന്റെ ഗ്ലാസുമുള്ള ആദ്യത്വവും ഇപ്പത്തുമായിട്ടുള്ള മാറ്റം കണ്ടില്ല. ഭയങ്കരമായിട്ട് ഷൈനിങ് വന്നിട്ടുണ്ട്. ഇതിലൂടെ അല്ല, ഇതാണ് നമ്മളെ ഡിഫൻഡർ. അപ്പൊ വരുന്ന വരവില് വേറൊരു വണ്ടി കണ്ടിട്ടുണ്ട്. അപ്പൊ അൾട്ടോ കാറാണ്. ഡിഫൻഡർ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ജസ്റ്റ് നമ്മൾ ടൗണിലൊന്ന് പരിചയപ്പെടുത്തുന്ന കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. ജസ്റ്റ് ഈ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇത് ആദ്യം കാണിച്ചില്ല. സ്ക്രബ്ബർ ഉപയോഗിച്ച് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ആക്കണം കേട്ടാ. എന്നിട്ട് മസിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. ഇത് ചീറിട്ടാ വെട്ടിത്തിളങ്ങി. എങ്ങനെയുണ്ട് സാധനത്തിന്റെ ഡിഫറൻറ്റും ഒക്കെ ഒന്ന് കണ്ടാളെ. ഇത് നമ്മളെ ഫ്രണ്ടിന്റെ കാറാണ്. അതിന്റെ ആള് ഓണർ ഇത് ഇവിടെ വന്നിരിക്കുന്നത്. സൂപ്പർ. കാണാതെ ഞങ്ങളിത് ക്ലീൻ ആക്കി കഴിച്ചിടാവാണ് പരിപാടി ചെയ്ത്. അതിന്റെ ഇടയില് ആള് ഇവിടെ അങ്ങനെ പിടിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട് സാധനത്തിന്റെ ഡിഫറൻറ്റ് ഒക്കെ. ഇതുപോലെ ഈ സാധനം കണ്ടില്ല, വൃത്തി കണ്ടില്ല. അപ്പൊ ഡിഫൻഡറിന്റെ പവറ് സാധനം. നീ വണ്ടി ഉണ്ടാ? അതാ നമ്മളെ അഭിപ്രായം ഒക്കെ പറഞ്ഞോ. നീ വണ്ടി ഉണ്ടൊക്കെ പറഞ്ഞോ? വണ്ടി ഉണ്ടാ? സാധനം ഉണ്ടെന്ന് തന്നെ പറഞ്ഞോ? കൂട്ടിയുമ്പണ്ട എന്ന് വേഗം പോരാ. വണ്ടി ക്ലീൻ ആക്കണ ഞങ്ങളെ ഡിഫൻഡറിന്റെ പ്രൊമോഷന് വരുന്നത് ഫ്രീ ആണ്. പൈസ ഒന്നും തരണ്ട. പള്ളം കൊണ്ട് കഴിക്കണ പരിപാടി ഉണ്ട്. നല്ല സ്ക്രബ് ചെയ്യണം കേട്ടോ. നല്ല ഹീറ്റ് ആവണ അനുസരിച്ച് ഇതിന് ക്ലാരിറ്റി ഇങ്ങനെ കൂടി. സാധനത്തിന്റെ ഡിഫറൻറ്റ് ഇപ്പൊ ജസ്റ്റ് നോക്കിക്കട്ടെ. ആദ്യം നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചില്ലല്ലോ.